ഇപ്പോൾ നമ്മോടൊപ്പം ലഹരി വിരുദ്ധ പ്രവർത്തകൻ പ്രസാദ് കുരുവിള ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ പ്രസാദ് കുരുവിള. ഇപ്പോഴിതാ വേട്ട തന്നെയാണ്. 4 കിലോഗ്രാം മെത്താക്യുലോണുമായി കൊച്ചിയിൽ ഒരു വിദേശ വനിത പിടിയിലായിരിക്കുന്നു. നമുക്കറിയാം, കേരളത്തിലേക്ക് പല വിധത്തിലും പലതരത്തിലുമായി ലഹരി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ നിരന്തരം കേൾക്കുന്നത് MDMA, കഞ്ചാവ് പോലുള്ള വാക്കുകളാണെങ്കിൽ ഇപ്പോഴിതാ പുതിയൊരു വാക്കുകൂടി, അത് നമുക്ക് പുതിയതാണോ എന്നുള്ളത് അറിയില്ല, മെത്താക്യുലോണുമായാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മെത്താക്യുലോൺ അത് പുതിയതൊന്നുമല്ല. അത് സാധാരണ നമ്മുടെ ലഹരിയാസക്തർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ലഹരിക്ക് വേണ്ടി ഏത് രാസ പദാർത്ഥങ്ങളും രാസവസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ലഹരി പിടിപ്പിക്കുന്ന ഏതുതരം പാനീയമോ അല്ല ഏതൊരു വസ്തുക്കളോ ഉപയോഗിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ പാവപ്പെട്ട ജനം വന്നിരിക്കുക. അതുപോലെയുള്ള മാനസിക അവസ്ഥയിലേക്ക്, ശാരീരിക അവസ്ഥയിലേക്ക് ഇത് കടുപ്പം കൂടിയ അല്ലെ വീര്യം കൂടിയ സംഭവങ്ങൾ ഉള്ളിലേക്ക് ചെന്നില്ലെങ്കിൽ ആ സമയത്ത് വിറയിലും അല്ലെങ്കിൽ വിത്ഡ്രോവൽ സിംറ്റംസ് ഒക്കെ തുടങ്ങും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഇങ്ങനത്തെ വലിയൊരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ യഥേഷ്ടം നമ്മുടെ സംസ്ഥാനത്തേക്ക് പല മേഖലകളിൽ നിന്ന് ഈ ലഹരി വസ്തുക്കൾ പല രൂപത്തിലും പല ഭാവത്തിലും പല പേരുകളിലും ഒക്കെയായിട്ട് വന്നുകൊണ്ടിരിക്കുക. അത് ഗുരുതരമായ സ്ഥിതിവിശേഷം. ഇത് മനസ്സിലാകാത്തതാണോ, മനസ്സിലായിട്ട് മിണ്ടാതിരിക്കുന്നതാണോ എന്നറിയില്ല സർക്കാരും സംവിധാനങ്ങളും. എൻഫോഴ്സ്മെന്റ് നമ്മുടെ പരാജയമാണ്. ഈ കാര്യത്തിൽ ലഹരി വസ്തുക്കളെ തടയുന്ന കാര്യത്തിൽ ഗവൺമെന്റ് തന്നെ പരാജയം, യാതൊരു സംശയവും വേണ്ട. എക്സൈസ് വകുപ്പ് പരാജയമാണ്, മദ്യ വകുപ്പ് മന്ത്രി പരാജയം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയധികം ലഹരി വസ്തുക്കൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമില്ല. ഇത്രയധികം ലഹരി വസ്തുക്കൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായ ഒരു കാലഘട്ടമില്ല. കള്ള് ഷാപ്പുകളെ തുറന്നു വിട്ടിരിക്കുക. കള്ള് ഷാപ്പുകളെല്ലാം ഹോട്ടലുകളായി പ്രവർത്തിക്കുന്നു. നമ്മുടെ കേരളത്തിലെ കള്ള് ഷാപ്പുകളെല്ലാം ഹോട്ടലുകളായി പ്രവർത്തിക്കുക. കള്ള് ഷാപ്പില് ശുദ്ധമായ പനയിൽ നിന്നോ തെങ്ങിൽ നിന്നോ ചെത്തിയെടുക്കുന്ന കള്ളല്ലാതെ മറ്റൊരു വസ്തുക്കളും കൊടുക്കാൻ പാടില്ല എന്ന് കർക്കശമായ ഈ അബ്കാരി പോളിസി നിലനിൽക്കെ കള്ള് ഷാപ്പുകളിലെല്ലാം ഹോട്ടലുകൾ പോലെ പ്രവർത്തിക്കുന്നു. കള്ള് ഷാപ്പുകളെല്ലാം ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ ബോർഡ് വെച്ച് ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുക. കള്ള് ഷാപ്പിലേക്ക് പുതിയ തലമുറയെ പോലും ആകർഷിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങളുടെ നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ എക്സൈസ് വകുപ്പ്, നമ്മുടെ മദ്യവകുപ്പ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും കാണുന്നില്ല. അതേപോലെ കുത്തഴിഞ്ഞ സംവിധാനമായി മാറിയിരിക്കുന്നു കേരളത്തിലെ എക്സൈസ് വകുപ്പ്. കുത്തഴിഞ്ഞ് മാറിയിരിക്കുന്നു. എക്സൈസ് നിയമം അബ്കാരി പോളിസിയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ എക്സൈസ് വകുപ്പ്, മദ്യവകുപ്പ് പൊക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ കാര്യത്തിൽ അടിയന്തര നിലപാടുകൾ ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ നിന്ന് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഹരി മുക്ത കേരളം എന്നൊക്കെ മുന്നോട്ട് വെക്കുമ്പോഴും അതിൽ സർക്കാർ വലിയ രീതിയിൽ തന്നെ പരാജയപ്പെടുകയാണ്. ഇത്തരം വാർത്തകളൊക്കെ വരുന്നതോടുകൂടി ഇതിപ്പോൾ നമുക്കറിയാം, കുറച്ച് വാർത്തകൾ അല്ലെങ്കിൽ കുറച്ച് കേസുകൾ മാത്രമാണ് പുറം ലോകം അറിയുന്നത്. ഇതറിയാതെ പോകുന്ന അല്ലെങ്കിൽ പിടിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള ലഹരി വേട്ടകൾ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത് പുട്ടിനിടയ്ക്ക് തേങ്ങ പോലെ അല്ലെ, ഇടയ്ക്ക് മുട്ടിന് നോക്കിയായിട്ട് വല്ലപ്പോഴും പിടിക്കപ്പെടുന്ന ലഹരിയുടെ കാര്യങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. ആ പിടിക്കപ്പെടുന്ന ലഹരി വസ്തുക്കളൊക്കെ തന്നെ എങ്ങോട്ട് മാറ്റുന്നു, അത് പിന്നെ അതിനെന്ത് സംഭവിക്കുന്നു എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. അതാണ് ഇതിന്റെ. ഇപ്പം പല സ്ഥലങ്ങളിലും വ്യാജമദ്യം പിടിക്കുന്നുണ്ട്. വ്യാജമദ്യം പിടിച്ചിട്ട് അത് എക്സൈസ് പിടിച്ചുകൊണ്ട് പോയിട്ട് അത് എവിടെയാണ്, പിന്നെ പറയുന്നത് സുപ്രഭാതത്തിൽ അത് എത്ര ലിറ്റർ പിടിച്ചാലും അത് എവിടെ പോകുന്നു, ആവിയായി പോകുന്നോ, അല്ല ഒരു അവസരത്തിൽ കോടതിയിൽ പറഞ്ഞ എലി കുടിച്ചു മാറി, എലി കുടിച്ചു പോയി എന്നുള്ള റിപ്പോർട്ട് വരെ കോടതിക്ക് കൊടുത്ത സംവിധാനങ്ങൾ നമ്മുടെ എക്സൈസ് വകുപ്പ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ പിടിക്കപ്പെടുന്ന ആ സാധനങ്ങൾ മദ്യമാണെങ്കിലും വ്യാജമദ്യമാണെങ്കിലും അല്ലെ മയക്കുമരുന്നാണെങ്കിലും അത് എവിടെ പോകുന്നു, അതിന്റെ ശേഷിച്ച അവസ്ഥ എന്താണ് എന്ന് പോലും മുമ്പോട്ട് അറിയാൻ പറ്റാതെ വരികയാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇത് ഒരു എന്താ പറയുന്നത്, ഇതിനകത്ത് എന്തോ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ, മാരക ലഹരി വസ്തുക്കൾ വിവിധ ഭാവത്തിലും വിവിധ രൂപത്തിലും കടന്നു വന്നിട്ട് അത് കണ്ടില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ പിടിച്ചല്ലോ എന്ന് പറയുന്നത്. വല്ലപ്പോഴും നല്ല സ്ഥലത്തൊന്നും വല്ലതും പിടിക്കുക. അപ്പൊ നമ്മുടെ മുക്കിലും എല്ലാ ലഹരി വസ്തുക്കളും വിവിധ രൂപത്തിലും ഭാവത്തിലും ഒക്കെയുണ്ട്. നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നു. ഞങ്ങളൊക്കെ ഈ ബോധവൽക്കരണം എത്ര ശക്തിപ്പെടുത്തുന്നോ അതിനനുസരിച്ച് ലഹരി വസ്തുക്കളുടെ വ്യാപനം വളരെ ശക്തി കൊണ്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് പരാജയം. കേരളത്തിലെ ലഹരിക്കെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ശുദ്ധ പരാജയമാണ്. എന്തുകൊണ്ട് ഗവൺമെന്റ് ഇത് മനസ്സിലാക്കുന്നില്ല? ഗവൺമെന്റ് നിർദാക്ഷിണ്യം ഇതിനുള്ള അവസരമേകുകയാണെന്ന് പോലും പറയേണ്ടി വരും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, കേരള സംസ്ഥാനത്തിൽ ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയധികം ലഹരി നമ്മുടെ
നമ്മുടെ പൊതുസമൂഹത്തിലുണ്ടായിരിക്കുന്നത്. നമ്മുടെ പൊതുനിരത്തുകളിൽ നിലാപത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ കുട്ടികളൊക്കെ പലയിടത്തും അവസ്ഥയിലേക്ക് വരും. കേരളത്തിലെ ഡി അഡിഷൻ സെന്ററുകൾ നോക്ക്. കേരളത്തിൽ ഏകദേശം ഗവൺമെന്റ് ഉൾപ്പെടെ 80-ലധികം ഡി അഡിഷൻ സെന്ററുകളുണ്ട്. ഇവിടെയൊക്കെ വന്നു കൂടുന്ന ആളുകളുടെ കാര്യം വളരെ ഗുരുതരമാണ്. കേരളത്തിലെ ഹോസ്പിറ്റലുകൾ പരിശോധിച്ച് നോക്ക്. കേരളത്തിലെ ഹോസ്പിറ്റലുകളിലേക്ക് വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം വരെ തലപൊട്ടിയും കത്തിക്കുത്തേറ്റും ആക്രമണമേറ്റും അടിപിടി മേടിച്ചും ഒക്കെയുള്ള ആളുകൾ, പേഷ്യൻസ് ഈ ആംബുലൻസുകളിൽ പാഞ്ഞ് എത്തുകല്ലേ. എത്രമാത്രം രോഗികൾ ഉണ്ടാവുന്നു, എത്രമാത്രം മാനസിക രോഗികൾ ഉണ്ടാവുന്നു, മാനസിക വൈകൃതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. നമ്മുടെ ജയിലുകൾ നിറയുന്നു. ജയിലുകളിൽ കുറ്റവാളികൾ പെരുകുന്നുണ്ടെങ്കിൽ അതിന്റെ മൂല കാരണം നമ്മുടെ സംസ്ഥാനത്തെ ലഹരി തന്നെയാണ്. അതുകൊണ്ട് കർക്കശമായ നിലപാടുമായിട്ട് ഗവൺമെന്റ് പോകണം. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഗവൺമെന്റും സംവിധാനങ്ങളും മറ്റ് ചില കേസുകൾക്ക് പുറകെ പോവുക. ദീപസ്തംഭം വാച്ചിനും നമുക്കും കിട്ടണം പണം എന്നുള്ള ചിന്ത മാത്രം അവശേഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നിശ്ചയമായും ഇത് പൊതുസമൂഹം ഇതെല്ലാം തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇത് കർക്കശമായ നിലപാടിലൂടെ ഗവൺമെന്റ് പോയില്ലെങ്കിൽ ഭാവി തലമുറ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക്, ഗുരുതരമായ മാനസിക രോഗാവസ്ഥയിലേക്ക് മാറും. അതിന് യാതൊരു സംശയവും വേണ്ട. അതിന്റെ മുഴുവൻ സംവിധാനങ്ങളും നമ്മുടെ വാർത്താ മാധ്യമങ്ങളും നമ്മുടെ സംഘടനാ പ്രസ്ഥാനങ്ങളും എല്ലാം ഒരുമിച്ച് രംഗത്തിറങ്ങണം. ഇതാണ് ഏറ്റവും പറ്റിയത്. കരയാൻ ഒരിച്ച് കണ്ണുനീർ ബാക്കിയുണ്ടെങ്കിൽ കരയാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞ ഇതാണ്. ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ രംഗത്ത് വരണം. നിരന്തരം ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണം. മാധ്യമങ്ങൾ എന്ത് പറഞ്ഞാലും അത് ശക്തമായും ബോധവൽക്കരണം തന്നെയാണ്, ബോധ്യം നൽകുന്നത് തന്നെയാണ്. അതുകൊണ്ട് നിശ്ചയമായും ഇതിനെതിരെ കർക്കശമായ നിലപാടുകളും കർക്കശമായ പ്രചരണങ്ങളും നടത്തണം. എങ്കിൽ മാത്രമേ ഇവരെ ഒന്ന് ഒതുക്കാൻ പറ്റുള്ളൂ. ലഹരി മാഫിയെ ഒതുക്കാൻ പറ്റുള്ളൂ. ലഹരി മാഫിയെ പിടിക്കുന്നില്ല, കഴിക്കുന്നവനെ ഉപയോഗിക്കുന്നവനെ മാത്രമല്ലേ പിടിക്കുന്നത്. അല്ലെങ്കിൽ അവസാനം ഒരു ചെറിയ കണ്ണിയെ പിടിക്കും. അതൊന്നും അല്ല. കോടിക്കണക്കിന് രൂപയുടെ ലഹരി നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. ഒരു ഭയവും ഇല്ലല്ലോ ആളുകൾക്ക്. ലഹരി കൊണ്ടു നടക്കുന്നവർക്ക് യാതൊരു ഭയവുമില്ല. ഭയമില്ലാത്തതിന്റെ കാരണം ജയിലിൽ സുരക്ഷിതത്വമുണ്ട്. ഭയമില്ലാത്തതിന്റെ കാരണം ഗവൺമെന്റ് ശക്തമായ നിലപാട് സ്വീകരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ്. അഥവാ നിലപാട് സ്വീകരിച്ചാൽ മനുഷ്യരെ കാണിക്കാൻ, പൊതുസമൂഹത്തെ കാണിക്കാൻ എന്തെങ്കിലും നടപടി എടുത്താലും അവര് താമസിയാതെ താമസം വിന അവർ പുറത്തിറങ്ങുന്നുള്ള 100% ബോധ്യമുള്ളത് കൊണ്ടാണ് കുറ്റവാളികൾ പെരുകുന്നത്. ലഹരി ആസക്തരും ലഹരി കൊടുക്കുന്നവര്, ലഹരി വാഹകര് അല്ലെങ്കിൽ ലഹരി ഉത്പാദകർ പെരുകുന്നതും അത് യഥേഷ്ടം നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന്റെ മൂല കാരണം എൻഫോഴ്സ്മെന്റ് പരാജയവും, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സംരക്ഷിക്കാൻ ആളുണ്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ ആളുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ലഹരി ഇത് ഇത്രയധികം നമ്മുടെ കേരള സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഗുരുതരമായ ഒരു അവസ്ഥയാണ്. കർക്കശമായിട്ടും അതിനെ നിയന്ത്രിക്കണം, കർക്കശമായിട്ടും നിയന്ത്രിക്കണം. എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ സംവിധാനങ്ങൾ ഇത് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങണം. കൊറോണ കാലത്ത് ഏതൊക്കെ നടപടി സ്വീകരിച്ചോ ആ നടപടികളിലൂടെ അതിന്റെ റൂട്ട് മാപ്പ് കണ്ടെത്തി നിശ്ചയമായും ലഹരി ഉപയോഗിക്കുന്നവനെ ഉറപ്പായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ. ഉപയോഗിക്കുന്നവന്റെ റൂട്ട് മാപ്പ് കണ്ടെത്തിയാൽ ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ പറ്റും. ഗവൺമെന്റ് നട്ടലുള്ള ഗവൺമെന്റ് ആണെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് KCBC മധ്യവർത്തി സമിതിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ പ്രസാദ് കുരുവിള ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.